ഇപ്പോൾ നമ്മൾ ഒരു ചാനലിലൊരു സർവേ വന്നു ഈ അടുത്ത്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ മഞ്ചേരിയുടെ MLA സ്ഥാനം എന്ന് പറയുന്നത് 114ാമത്തെ റാങ്കായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഏറ്റവും ബാക്കിൽ നിന്ന് 117 റാങ്കേ ഉള്ളൂ. അതിന് ഏറ്റവും ബാക്കിൽ നിന്ന് മൂന്നാമതായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെത്രത്തോളം മഞ്ചേരിയെ അവർ പരിഗണിച്ചിട്ടുണ്ട്. ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ ഓരോ ആളുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഈ നാട്ടിലേക്കൊരു വികസന പദ്ധതികൾ അവർ ഒരു രീതിയിലുള്ള പദ്ധതികളും നമുക്ക് ഇവിടെ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 10 വർഷം ഭരിച്ചിട്ട് അവരെന്ത് ചെയ്തു എന്നുള്ളത് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അക്സെപ്റ്റൻസാണ് BJPയുടെ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ലഭിക്കുന്നത്. മഞ്ചേരിയിലെ വികസനം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് മഞ്ചേരി മുരടിച്ച സംഭവിച്ചൊരു സ്ഥലമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അൺഫിറ്റായിട്ടുള്ള കെട്ടിടങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വികസനം, റോഡുകളായാലും ശരി, ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഒരു പെയിൻ്റ് അടിച്ചു വെച്ച പോലെ അവിടെ ഇവിടെ കുറച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് വികസനം അല്ലെങ്കിൽ റോഡുകളൊക്കെ ഒന്ന് ശരിയാക്കി കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ കുത്തിയൊലിച്ച് പോയി, നമ്മൾ കാണുന്നതാണ്, സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഒരുപാട് മഞ്ചേരി എന്ന് പറയുന്നത് നമ്മളെ മുന്നിൽ തന്നെ ഉള്ള ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെയൊക്കെ ഒരു രീതിയിലുള്ള അവർ ജയിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാലും ആൾക്കാർ അവരെ ജയിപ്പിക്കും എന്നൊക്കെ ഉള്ളൊരു അഹങ്കാരം, അതാണ് മഞ്ചേരിയുടെ വികസനം ഒന്നും തന്നെ നടക്കാത്തൊരു സ്ഥലമാണ്. നമുക്കൊരുപാട് കാര്യങ്ങളുണ്ട് മഞ്ചേരിക്ക് വേണ്ടി ചെയ്യാനുള്ള, ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലാം സാധിക്കും. ആ ഒരു വികസനം നമുക്കിവിടെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ചേരിയിലെ വികസനം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് മഞ്ചേരി മുരടിച്ച സംഭവിച്ചൊരു സ്ഥലമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അറിയാം, മോദി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചിട്ടൊക്കെ ആളുകൾ അതേക്കുറിച്ച് വളരെ വ്യക്തമായി അവർക്ക് അറിയാവുന്ന ഒരു സാഹചര്യം ആണുള്ളത്. അവരതിൽ പൂർണ്ണ സംതൃപ്തരുമാണ്. 100% വിജയപ്രതീക്ഷ തന്നെയാണ്. നമ്മളൊരു വിജയം മുന്നേ കണ്ടിട്ട് തന്നെയാണ് മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. മോദി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പദ്ധതികളും എല്ലാം കേരളത്തിലെ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ദേശീയപാതയായാലും റെയിൽവേ സ്റ്റേഷനുകൾ, എല്ലാ റെയിൽവേ സ്റ്റേഷനും നമ്മൾ ഷൊർണൂർ തൊട്ടിട്ട് നിലമ്പൂർ വരെയുള്ള റെയിൽവേ സ്റ്റേഷൻ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ് എത്രത്തോളം വികസനം നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളിലൂടെ ജനങ്ങളെ സപ്പോർട്ട് നമുക്ക് അതിലൂടെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.